മക്കളെ, നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. നമ്മുടെ എക്കണോമിയിൽ മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പ് ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്റ് ഗുഡ്സും. അതിൽ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഫൈനൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആണ്. ഇതിന് വീണ്ടും ഒരു പ്രൊഡക്ഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നില്ല, അത് അതിന്റെ ഫൈനൽ സ്റ്റേജിലായിരിക്കും. ഫൈനൽ ഗുഡ്സ് രണ്ട് രീതിയിലുണ്ട്, ക്യാപിറ്റൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും. അതിൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആണ്, അത് വീണ്ടും ഒരു പ്രൊഡക്ഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നില്ല. കൺസ്യൂമർ ഗുഡ്സ് രണ്ട് രീതിയിലുണ്ട്, ഡ്യൂറബിളും നോൺ ഡ്യൂറബിളും. ഡ്യൂറബിൾ എന്ന് പറയുന്നത് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്നതും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. നോൺ ഡ്യൂറബിൾ എന്ന് പറയുന്നത് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റാത്തതും ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നതുമായ ഗുഡ്സ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വീണ്ടും ഒരു പ്രൊഡക്ഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നില്ല, പക്ഷേ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് മറ്റുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഷൂ ഉണ്ടാക്കാൻ വേണ്ടി ലെതർ ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പ്രൊഡക്റ്റിനും ഓരോ എക്സാമ്പിൾ വെച്ച് മക്കൾ എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.